നല്ല ടെൻഷൻ ഉണ്ടല്ലോ ഭവാനിയമ്മയ്ക്ക്. മണിച്ച കാണുന്നില്ലേ? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല അവൻ. കോടതിയിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരു മാർഗവും ഇല്ല. ശരിയാ. സത്യം പറഞ്ഞ ഭവാനിയമ്മ ഈ ടെൻഷൻ കാണുമ്പോഴേ സിയാച്ചിൻ മലനിരകളിലെ എൻ്റെ യുദ്ധദിനങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മേജർ ലക്ഷ്മികാന്ത് പ്യാരിലാലും ഞാനും കൂടെ കൊടും തണുപ്പുള്ള ഒരു രാത്രിയിൽ ശത്രുക്കളുടെ നീക്കവും പ്രതീക്ഷിച്ച് പതുങ്ങിയിരിക്കുകയായിരുന്നു. എങ്ങ് നിശബ്ദത, കുറ്റാകോരിട്ട്, ശത്രുക്കൾ തൊട്ട് മുമ്പിൽ വന്ന് നിന്നാൽ പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്നാണ് ഒരു പാകിസ്ഥാൻ രാക്കൂൽ കൂവിയത്. അത് കേട്ടതും എൻ്റെ ചോര തിളച്ച് ഞാനും അങ്ങോട്ട് ചറ പറയാന്ന് കൂയി. നല്ല ഒറിജിനൽ ഹിന്ദുസ്ഥാനി കൂവല്. അപ്പൊ എന്റെ ഹിന്ദുസ്ഥാനി മറുപടി ആ ഭാസി ഇവിടുന്ന് പേടിച്ചു പോയത് കൊണ്ടാ തന്നോടൊരു സഹായത്തിന് വേണ്ടി ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. തൊട്ടോളക്കഥ പറഞ്ഞ് വെറുപ്പിക്കാനാണെങ്കിലേ ഈ രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. എന്താ അത് വേണോ? എന്തിന്? ആരെ ഒരിടത്തും പറഞ്ഞേക്കണ്ട. പാവങ്ങൾ ഇവിടെ എങ്ങനെ ജീവിച്ചു വെക്കോട്ടെ. പാവങ്ങളോ? ഞാൻ തന്നെ ഒരു കാര്യമില്ലാതെ വഴിയെ പോയി അടിയായിരുന്നു വാങ്ങിച്ചു. മേഘനാഥ, നമ്മുടെ കാശിനാഥൻ എവിടെ? അവന് നിനക്ക് കിട്ടിയില്ലേ? അവനെ കണ്ടില്ലേ നീ? മോനെ, നീ കേൾക്കുന്നില്ലേ? മേഘനാഥ, മേഘ, നിനക്ക് എന്തു പറ്റി? ഞാൻ പറയുന്ന ഒന്നും നീ കേൾക്കുന്നില്ലേ? കോട്ടയ്ക്കലെ അനന്തരാവകാശി എവിടെയെന്ന്? തൃപ്പങ്കോട്ട രാധയെ കൊല്ലാൻ സാധിച്ചില്ലേ നിനക്ക്? അവളെ നീ എന്ത് ചെയ്തു? കോടതിയിൽ എന്താ സംഭവിച്ചത്? രാധ വന്നിരുന്നോ? ഇല്ലേ? മറുപടി പറയൂ. എടാ പറയാൻ. അവര് സ്വന്തം വക്കീലുമായിട്ട് വന്നിരുന്നു. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വാങ്ങി അവര് വന്നതുപോലെ തന്നെ തിരികെ പോയി. തിരികെ പോയോ? അതെ. കോടതി കൂടും മുമ്പ് രാധയെ എങ്ങനെയും കൊല്ലണമെന്ന മേഘസാർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ കോടതിയിൽ നിന്നിറങ്ങിയ മേഘസാറിന്റെ സ്വഭാവം ആകെ മാറിപ്പോയി. രാധയെ കൊല്ലാൻ ഏൽപ്പിച്ച സാറ് തന്നെ രാധയെ രക്ഷിച്ചു വിട്ടു, കൊല്ലാൻ സമ്മതിക്കാതെ. എന്താ? ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ മേഘനാഥ? എടാ ആണോന്ന്? നീ ആർക്കു വേണ്ടിയാ പ്രവർത്തിക്കുന്ന ഇപ്പോ? കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ നിന്റെ അച്ഛന്റെ ആത്മാവ് ഇപ്പോഴും ഗതി കിട്ടാതെ അലയുന്നുണ്ട് ഈ ദേശത്ത്. രാധയുടെയും അനുജത്തിമാരുടെയും ചോരയിലൂടെ മാത്രമേ ആ ആത്മാവിന് മുക്തി ലഭിക്കുകയുള്ളൂ. എന്നിട്ട് നീ എന്തിനാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്? അമ്മേ, രാധയില്ലേ, പണ്ട് കണ്ട ആ കൊച്ചു പെൺകുട്ടി, അവളിപ്പോ കാണാൻ ശരിക്കും സുഭദ്രയെ പോലെ തന്നെയുണ്ട്.
പോലെയല്ല, സുഭദ്ര തന്നെ. അതേ രൂപം, അതേ പ്രകൃതം, അതേ സംസാരം. അതെ അമ്മേ, മരിച്ചുപോയ എന്റെ ഭാര്യ സുഭദ്രയുടെ ആത്മാവും ശരീരവും രാധയിലേക്ക് പ്രവേശിച്ചിരിക്കുക. അവള് രാധയല്ല, സുഭദ്ര തന്നെയാണ്. സുഭദ്ര മാത്രം. ഓഹോ, എന്നിട്ട് നീ അവളെ രക്ഷിച്ച് തിരിച്ചയച്ചല്ലേ? നിനക്കവളെ അപ്പൊ തന്നെ കൊന്നുകളയായിരുന്നില്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? എന്തുകൊണ്ട്? ഒരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ലമ്മേ. ഒരിക്കൽ നിഷ്ഠൂരം കൊന്ന സുഭദ്രയെ വീണ്ടും ഞാൻ കൊല്ലണോന്ന്. അവള് പക്ഷേ സുഭദ്രയല്ല, രാധയല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ഈ രാധ സുഭദ്രയുടെ പുനരവതാരമാണ്. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അമ്മയുടെ വാക്ക് കേട്ട് ഒരു തവണ ഞാൻ ആ തെറ്റ് ചെയ്തു. സത്യത്തിൽ എനിക്ക് സുഭദ്രയോട് പ്രേമമായിരുന്നു. അഗാധമായ പ്രണയം. അവൾ എന്നെ അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടത്തിന്റെ പേരിലുള്ള വിശ്വാസം മുതലെടുത്ത ഞാനന്ന് അവളെ കൊന്നത്. പ്രേമിച്ച് കൊതി തീരുന്നതിന് മുമ്പ് അന്ന് ഞാൻ അവളെ കൊന്നത് അമ്മയുടെ പക തീർക്കാനാ. ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കില്ല. രാധയെ ഒരു മുള്ളുകൊണ്ട് പോലും ഞാൻ നോവിക്കില്ല. ഞാൻ അവളെ അഗാധമായി പ്രേമിക്കുന്നു. അവൾ എന്റേതാകും. എന്റേതായേ പറ്റൂ. സുഭദ്രയുടെ മരണത്തിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം രാധയിലൂടെ വേണം എനിക്ക് വീണ്ടെടുക്കാൻ. വീണ്ടെടുക്കും ഞാൻ. എനിക്കെന്റെ രാധയെ വേണം. എനിക്കവൾ ഉണ്ടായാലേ പറ്റൂ. ഉണ്ടായാലേ പറ്റൂ. എനിക്കവളെ വേണം. എനിക്കവള് വേണം. എനിക്കവൾ ഉണ്ടായാലേ പറ്റൂ. എനിക്കവൾ ഉണ്ടായാലേ പറ്റൂ. എനിക്ക് വേണം അവളെ. എനിക്ക് വേണം. ഗുഡ് മോർണിംഗ് സീതമ്മേ. എന്തുണ്ട് വിശേഷം? ഓ, എന്ത് വിശേഷങ്ങൾ? അങ്ങനെ അങ്ങ് പോകുന്നു, അത്ര തന്നെ. അഞ്ജലി കോവിലിന് പോയിരിക്കുക. ഇന്ന് ശിവഭഗവാന് ധാര നേർന്നിട്ടുണ്ട്. ആര്യ കോളേജിലും ആരതി അച്ചോട്ടനെ സ്കൂളിൽ വിടാനും പോയി. ആ, ദേ അഞ്ജലി വരുന്നുണ്ടല്ലോ. പ്രസാദേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാകെ ഒരു മാറ്റമാണല്ലോ. എന്തു പറ്റി? ആ, അതൊക്കെയുണ്ട്. സീതമ്മ നല്ലയാളാ. പ്രസാദേട്ടൻ വന്നിട്ട് നടയിൽ നിർത്തിയിരിക്കുക അല്ലേ? അകത്ത് കയറ്റിയിരുത്തി നല്ലൊരു ചായ ഇട്ട് കൊടുക്കാത്ത എന്താ? അതൊക്കെ നീ സ്വയം അങ്ങ് ചെയ്താ മതി. എനിക്ക് കുറച്ച് പണിയുണ്ട്. ദേ, ഞാൻ വീടേൽപ്പിച്ചു. ഞാൻ ഇറങ്ങാം. അപ്പൊ ശരിയെന്നാ. ആ, ചായ കുടിക്കുന്നതിന് മുമ്പ് ദാ ഈ മധുരം കഴിക്ക്. ഗണപതി പ്രസാദമാ. ഇന്ന് ആകെ ഒരു ആഘോഷമട്ടാണല്ലോ. നല്ല സന്തോഷം. അഞ്ജലിക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. ഇനി പറ, എന്താ നടന്നിരിക്കുന്ന ഇത്ര വലിയ വിശേഷം? വിശേഷമൊന്നും പറയാറായിട്ടില്ല. ഒന്നു മാത്രം പറയാം. ഇന്നലെ വരെ ഞാനൊരു അപകടത്തിന്റെ തൊട്ടു മുന്നിലായിരുന്നു. ഇന്നതിന് മാറ്റമുണ്ട്. ചെറിയ ചില വിജയങ്ങൾ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോ അതിന്റെ സന്തോഷമാണ് മുഖത്ത്. എന്തായാലും അപകടം എന്തായിരുന്നു, വിജയം എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അത് പറയാനുള്ള മനസ്സുണ്ടാവുമ്പോ പറഞ്ഞാ മതി. ആ, ഇതിനിടയിലെ കഴിഞ്ഞ ദിവസം ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആരത് വല്ലതും പറഞ്ഞായിരുന്നു അഞ്ജലിയോട്? ഇല്ല പ്രസാദേട്ടാ, എന്താ നടന്നത്? എന്തു പറ്റി? ആ ജംഗ്ഷനിലെ സൂപ്പർ മാർക്കറ്റ് ഉടമ സുനിലില്ലേ, അവനും മുരളിയും വലിയ കൂട്ടുകാരായിരുന്നു. ഇന്നലെ ആ സുനിലും കുറച്ച് ഗുണ്ടകളും ചേർന്ന് മുരളിയെ പിടിച്ചോണ്ടുപോയി. അയ്യോ, എന്നിട്ട്? ഞാനും പുഷ്പൻ ചേട്ടനും കൂടെ പോയി. പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. സ്റ്റാൻഡിലെ ഓട്ടോക്കാരെല്ലാം കൂടി വന്ന് ആ സുനിലിനെയും അവന്റെ ഗുണ്ടകളെയും നന്നായിട്ട് കൈകാര്യം ചെയ്തു. അല്ല, അയാൾ എന്തിനാ മുരളിയെ പിടിച്ചോണ്ടുപോയത്? അപ്പൊ അഞ്ജലി ഒന്നും അറിഞ്ഞില്ലല്ലേ? ഇല്ലെന്നേ, കാര്യം പറയാം. വിഷയം ഇവിടുത്തെ ആരതിയുമായിട്ട് ബന്ധപ്പെട്ടതാ. ആ സുനിലിന്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യായിരുന്നില്ലേ ആരതി? സൂപ്പർ മാർക്കറ്റില് ആരതി ജോലി ചെയ്യായിരുന്നോ? അതെ. അപ്പൊ അതും ആരതി പറഞ്ഞില്ലായിരുന്നോ? അത് ശരി. ആ, എന്തായാലും ആരതി അവിടെ ജോലി ചെയ്യായിരുന്നു. അവിടെ വെച്ച് ആ സുനിൽ എന്തോ മോശമായിട്ട് പെരുമാറി. അത് കണ്ടുകൊണ്ട് വന്ന മുരളി സുനിലിനെ തല്ലി. അതിന്റെ പ്രതികാരം തീർത്തത് അവൻ. ആരതി അഞ്ജലിയോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അഞ്ജലി ചോദിക്കണ്ട. അവൾ അതിന്റെ ഷോക്കിലിരിക്കായിരിക്കും ഇപ്പോഴും. ഷോക്ക് അവൾക്കല്ല പ്രസാദേട്ടാ, എനിക്കാണ്. ഇത്രയും നാളും ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ അനിയത്തിമാരെ ഞാൻ പോറ്റിയിരുന്നെന്നാ. ഇതിനിടയ്ക്ക് അവരെന്നെ പോറ്റാൻ തുടങ്ങിയെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ ആരതി, അവള് കൂടെ നിന്നിട്ടെന്നെ വഞ്ചിക്കായിരുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ട സ്ത്രീയുടെ രൂപം. രൂപമെന്ന് പറയാൻ കാരണമുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് മരിച്ചുപോയ എന്റെ ഭാര്യ സുഭദ്രയുടെ ചിത്രമാണ്. ഇതിലെ സുഭദ്രയുടെ അതേ ഛായയിൽ ഒരു പെൺകുട്ടി ഇവിടെ ഈ നഗരത്തിലുണ്ട്, രാധ. അവളെ വേണം എനിക്ക് കിട്ടാൻ. നിങ്ങളിൽ ആരാണോ അവളെ കാണുന്നത്, അത് എവിടെ വച്ചായാലും അവളെ ഇവിടെ കൊണ്ടുവരണം. ഒരു കാര്യത്തിൽ മാത്രം പ്രത്യേകം ശ്രദ്ധ വേണം. അവളുടെ ദേഹത്തൊരു പോറല് പോലും ഏൽക്കരുത്. കൊല്ലാനല്ല, വളർത്താനാ എനിക്ക് ആവശ്യം. ദാ, കാശിന്റെ കാര്യം ഇയാളുമായിട്ട് സംസാരിച്ചാൽ മതി. കൊല്ലാനല്ല, വളർത്താനാണെന്ന് പറഞ്ഞാ? അവളെന്താ അലങ്കാര മത്സ്യമാണോ വളർത്തി പ്രദർശിപ്പിക്കാൻ? അവൾ അലങ്കാരമാണമ്മേ ഈ വീടിന്, എനിക്ക്, എന്റെ ജീവിതത്തിന്, കോട്ടയ്ക്കൽ വംശത്തിന്. അവള് മീനല്ല, പക്ഷേ അലങ്കാരമാണ്. മേഘനാഥ, നിന്റെ ലക്ഷ്യങ്ങൾ പിഴച്ചു പോകുന്നെന്ന് നീ മറക്കുന്നു. നിന്റെ അച്ഛന് നേരിടേണ്ടി വന്ന ചതിയുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ നമ്മൾ തൃപ്പങ്ങോട്ട് തറവാട്ടിൽ വന്നത് തന്നെ. ആ പ്രതികാരം മുക്കാലും നമ്മൾ തീർത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് രാധയും അവളുടെ അനുജത്തിമാരുമാ. അവരെ കൂടി അവസാനിപ്പിച്ചാലേ എനിക്ക് സമാധാനാവും. ഇല്ലമ്മേ, പ്രതികാരത്തിന്റെയും പകയുടെയും ആ അധ്യായം ഞാൻ മാറ്റിവെക്കുകയാണ്. രാധയോട് എനിക്കിപ്പോ പ്രണയമാണ്. അവളെ എനിക്ക് വേണം. ഞാൻ അവളെ വിവാഹം കഴിക്കാനാ ഉദ്ദേശിക്കുന്നത്. ഹരിത്, ഒരിക്കലും പാടില്ല, ഒരിക്കലും. മേഘനാഥ, തെറ്റുകളിലേക്കാണ് ഇപ്പം നിന്റെ യാത്ര. അരുതാത്തതാണ് നീ ചിന്തിച്ചു കൂട്ടുന്നത്. രാധ മരിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ലിപ്പോ. അമ്മേ, പ്രണയിച്ച് മതിയായിട്ടല്ല ഞാൻ സുഭദ്രയെ കൊന്നു തള്ളിയത്. അതന്നത്തെ നമ്മുടെ പ്രതികാരം എന്ന ഒറ്റ വികാരം കൊണ്ട് ചെയ്തതാണ്. ഇപ്പൊ കാലം ഇത്രയും കഴിഞ്ഞില്ലേ? തൃപ്പങ്ങോട്ടെ പെൺകുട്ടികൾ എല്ലാ പ്രതാപങ്ങളും നഷ്ടപ്പെട്ട് നാടലഞ്ഞ് നട്ടം തിരിഞ്ഞില്ലേ? ഇനിയും പ്രതികാരം എന്ന് പറഞ്ഞ് അവരെ വേട്ടയാടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലമ്മേ. നമുക്കത് വിട്ടുകളയാമേ.
കാര്യമുണ്ട് മേഘനാഥ, കാര്യമുണ്ട്. തൃപ്പങ്ങോട്ട് വാസുദേവന്റെ ഒരു സന്തതിയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മുടെ പ്രതികാരത്തിന് പ്രസക്തിയുണ്ട്. നീ വെറുതെ അല്ല. ഇനിയും നമ്മൾ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുന്നത് നമ്മുടെ സ്വന്തം നാശത്തിന് വഴി തുറക്കുമെന്ന എന്റെ വിശ്വാസം. കോടതി വിധി അമ്മയ്ക്കറിയാമല്ലോ. തൃപ്പങ്ങോട്ടെ എല്ലാ സ്വത്തുവകകളും രാധയ്ക്കും ദർശനയ്ക്കും സൗഭാഗ്യയ്ക്കും പിന്നെ എനിക്ക് ജനിച്ച മകനും മാത്രം അവകാശപ്പെട്ടതാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞമ്മേ. ആ സ്വത്തുക്കൾ വീണ്ടെടുക്കണ്ടേ? അതാണ് ഇനിയത്തെ നമ്മുടെ ലക്ഷ്യം. അതിന് രാധ കൂടിയേ തീരൂ. ഞാൻ രാധയെ വിവാഹം കഴിക്കുന്നതിലൂടെ എന്റെ മകനെ എനിക്ക് തിരികെ നേടാൻ പറ്റും. ഒപ്പം തൃപ്പങ്ങോട്ടെ സ്വത്തും സമ്പത്തും കൂടെ തിരികെ വന്നു ചേരുകയും ചെയ്യും. അതാണ് അമ്മേ ബുദ്ധിയും. അമ്മ തടസ്സം നിൽക്കാതെ ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലെന്ന് അമ്മ ചിന്തിക്കണം. അപ്പം മനസ്സിലാവും മേഘനാഥന്റെ നീക്കത്തിന്റെ പൊരുൾ എന്താണെന്ന്. നീ അവിടെ നിൽക്ക്. മണി എത്രയായെന്നറിയാമോ? ഇത്രയും നേരം എവിടെയായിരുന്നു നീ? അത് ചില ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് PSC ടെസ്റ്റ് എഴുതാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. സോറി, ലേറ്റ് ആയിപ്പോയി. എന്നിട്ട് പ്രിപ്പറേഷന് നോട്ടും കടലാസും ഒന്നും ഇല്ലല്ലോ നിന്റെ കയ്യില്? ഉണ്ട്, എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങ് പോകുന്നതാ. കള്ളം പറയുന്നോടി കുരുത്തം കെട്ടവളെ. പിച്ചക്കാർ ഓരോ വാതിലും മുട്ടി കൈനീട്ടും പോലെ ഓരോ കടകൾക്ക് മുമ്പിൽ പോയി ജോലി തെണ്ടുകയായിരുന്നില്ലേ നീ ഇതുവരെ? റെഡി ആയിരുന്നില്ലേന്ന്? നിന്റെയൊക്കെ തോന്നിവാസം നടത്തി ഇത്രയും കാലം എത്ര കള്ളങ്ങളാ നീ പറഞ്ഞിരുന്നത്? നീ പറഞ്ഞ ആ കള്ളങ്ങളൊക്കെ വിശ്വസിച്ചു പോയത് ഞാനൊരു മണ്ടിയായിരുന്നതുകൊണ്ടല്ല, എന്റെ അനിയത്തിമാര് കള്ളം പറയില്ല എന്നുള്ള വിചാരം കൊണ്ടാ. നിന്നെയൊക്കെ വിശ്വസിച്ചതുകൊണ്ട്. ചേച്ചി ചേച്ചി, ഞാൻ തെറ്റൊന്നും. മിണ്ടരുത് നീ, വൃത്തികെട്ട ജന്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഞാൻ ചോദിക്കാറില്ല. എന്തുകൊണ്ട്? അതൊരു വിശ്വാസം കൊണ്ടാ. അരുതാത്തതിലൊന്നും എന്റെ അനിയത്തിമാര് പോയി തല വെക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ട്. അതാണ് നീ തകർത്തത്, ആ വിശ്വാസത്തെ. എന്താ വലിയച്ചി ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? പ്രശ്നം വളരെ ചെറുതാ. ഇവിടെ പട്ടിണി ആയതുകൊണ്ടേ നിന്റെ കുഞ്ഞേച്ചി ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. അവിടുത്തെ മുതലാളിയും പ്രസാദേട്ടന്റെ അനിയൻ മുരളിയുമായിട്ട് ഇവള് കാരണം തെരുവ് യുദ്ധം നടന്നു. എന്നിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഇവളൊരു വാക്ക്. ചേച്ചി, ഞാൻ തെറ്റൊന്നും. മിണ്ടരുതെന്ന് പറഞ്ഞില്ലേടി നിന്നോട്? എടി മിണ്ടരുതെന്ന്. ചേച്ചി, ചേച്ചി, ഞാൻ എന്റെ ഈശ്വര, ഞാനിനി എന്താ ചെയ്യേണ്ടത്? രണ്ടിനെ ഒരു അമ്മ വളർത്തുന്നത് പോലെയല്ലേ ഞാൻ ഇതുവരെ വളർത്തിയത്. എന്നിട്ട് ആരോടൊന്നില്ലാതെ വഴക്കുണ്ടാക്കുകയും തല്ലുണ്ടാക്കുകയും. ഇത് നിന്റെ ഒരു ശീലമാ. അങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കും. അവര് തഞ്ചവും തരവും നോക്കി ഓരോന്നിനും മുതിരും. ആരോരും ഇല്ലാത്തവരാണ് നമ്മളെന്ന ചിന്തയെങ്കിലും വേണ്ടേ മനുഷ്യർക്ക്? ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ?
പറഞ്ഞെടുത്തോളം മതിയെല്ലാം. കുടുംബത്തോടെ നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരുത്തൻ ഒരു വശത്ത്, അതിന്റെ കൂടെ ഇതിപ്പോ. നാളെ ആ സൂപ്പർ മാർക്കറ്റുകാരൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇതുപോലെ എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ആർക്കറിയാം? എന്റെ ഈശ്വര. ചേച്ചി, ആ സൂപ്പർ മാർക്കറ്റുകാരന്റെ കാര്യം പറയരുത്. അവനെ പോലുള്ളവരെ വെറുതെ വിടുന്നത് ആപത്ത്. കണ്ടോ, ഇതാണ് അവന്റെ അടുത്ത് അപേക്ഷയും കൊണ്ട് പോയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അവിടെ പോകും മുമ്പ് നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ജോലിക്ക് കയറിയിട്ട് ഒരു വാക്ക് പറഞ്ഞോ? ഇല്ല. അതാണ് അത്തരക്കാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. മാതാപിതാക്കളോ ആങ്ങളെ പെങ്ങളുമാരോ ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ അവന്മാർ എന്തും ചെയ്യും, എന്തും. പക്ഷെ ചേച്ചി, മിണ്ടരുതെന്ന് പറഞ്ഞില്ലടി. നിന്റെ ഒരു വാക്ക് പോലും ഇനി എനിക്ക് കേൾക്കണ്ട. എന്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോണം. പൊക്കോണം എവിടെയാന്ന് വെച്ചാ. ഇങ്ങനെ ഒരു അനിയത്തി ഇനി എനിക്കില്ല. എടി പോവാൻ.